ഈ ദൈവത്തോട് ഇത്ര ശത്രുത എന്തോ മൈത്രേയന്? ആർക്ക് ശത്രുത? ദൈവമില്ല. മനുഷ്യനുണ്ടാക്കിയ സാധനമാണെന്ന് എനിക്കറിയാവുന്ന കാരണം കൊണ്ട് എന്ത് ശത്രുത എനിക്ക്? അപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞൊരു വിഭാഗങ്ങളില്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് തമിഴും മലയാളവും ഇല്ലേ, അതുപോലെ മാത്രമാണ്. ഇയാൾ ക്രിസ്ത്യാനിയാകുന്ന എങ്ങനെയാണ്? ഒരു വീട്ടിൽ ജനിച്ചതുകൊണ്ട്. അല്ലാതെ എന്താ രാവിലെ കൊള്ളാവുന്ന കാര്യമാണ് ജനിച്ചപ്പോൾ നല്ല വീട്ടിൽ നോക്കി ജനിച്ച ആളാണ്? ഒന്നുമല്ല. ജനിച്ചതുകൊണ്ട് മലയാള ഭാഷ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന അതേ കാരണം കൊണ്ട് മാത്രമേ ഉള്ളത്. അത് തന്നെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ആരും ആകത്തില്ല. മൈത്രേയൻ പറയുന്നത് ക്രിസ്ത്യാനി വീട്ടിൽ ജനിച്ച ക്രിസ്ത്യനാവൻ. അത് ആകത്തില്ല, പഠിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവനും ആകത്തില്ല. ആ. രാവിലെ തൊട്ട് ഇത് പഠിപ്പിക്കേണ്ടി വരും. ബൈബിൾ വായിപ്പിക്കുകയോ, ഖുറാൻ വായിപ്പിക്കുകയോ, ഭഗവത്ഗീത വായിപ്പിക്കുകയോ, രാമായണം വായിപ്പിക്കുകയോ ഒക്കെ ചെയ്താലേ ആകാവുള്ളൂ. അല്ലാതെ ആരും അത് അറിയും? ഏത് കുട്ടിയാണ് അങ്ങനെ ആകുന്നത്? കുട്ടികൾക്ക് അറിഞ്ഞു കൂടാത്തതാണ്. അവരെ പഠിപ്പിച്ചാക്കുന്നതല്ലേ. ഞാനിപ്പോൾ കഴുത്തേൽ കുരിശു കെട്ടിയിരിക്കുന്നത് ആ വീട്ടിൽ ജനിച്ചതെന്നുള്ളതിന് സിമ്പിൾ കാണിച്ച് നടക്കണമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. കുരിശ് ഞാൻ മാത്രമല്ല, കുറേ ആളുകൾ ഇടും. അതൊക്കെ ഇടും. അതൊക്കെ ഇങ്ങനെ അത് ഫാഷൻ്റെ ലേവത്തും ചിലപ്പോൾ ഇട്ടെന്ന് വരും. പക്ഷേ അതിനതൊരു ചിഹ്നമുണ്ട്, അതിനൊരർത്ഥമുണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല എന്ന് കാണിക്കുന്നതിനുണ്ട്. നെറ്റിക്ക് കുറിയിടുന്നവനും നെറ്റിക്ക് തഴമ്പുണ്ടാക്കി നടക്കുന്നവനും എല്ലാം ഇതേപോലെ തന്നെ ചിഹ്നങ്ങൾ ഇട്ടിട്ടാണ് നടക്കുന്നത്. അത് മറ്റുള്ളവരെ അറിയിക്കണം, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല. അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന അബദ്ധം നമുക്ക് വരുന്ന നമുക്കൊരു പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഈ വീടുകളെല്ലാം. അന്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്നത്, അവരോടൊപ്പം ജീവിക്കരുതെന്ന് പഠിപ്പിക്കുന്നത്, നമ്മൾ സ്പെഷ്യലാണെന്ന് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ പോലെയല്ല നമ്മളന്ന് പഠിപ്പിക്കുന്നത്. ഇയാൾ പ്രണയിച്ചാൽ ആ നിമിഷം അത് നമ്മുടെ ആൾക്കാരെ അല്ല എന്ന് പറയും. ഇതൊക്കെ ചെയ്യുന്ന വീടുകളിൽ തന്നെ ജനിക്കാനൊക്കത്തുള്ളൂ. അത് തൻ്റെ വീടും എൻ്റെ വീടും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് ജാതി എന്ന് നമ്മൾ പറയുന്നതും വിവേചനം എന്ന് പറയുന്നതും വർണ്ണവെറി എന്ന് പറയുന്നതൊക്കെ അതാണ്. മൈത്രേയൻ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നതേ, മൈത്രേയൻ പറയുന്നൊരു വാക്കുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ എന്നെപ്പോലൊരു മൊണ്ണ ഇവിടെ ഇരുത്തുവോ? അത് തന്നെ, അങ്ങനെ തന്നെയാണ്. അത് പറഞ്ഞത് സത്യമാണോ? അതെ, കാര്യമുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ഗുണമാണെന്ന് പറയുവാണെങ്കിൽ ചീത്ത പറയുന്ന ഒരുത്തനെ ഉണ്ടാക്കത്തില്ലല്ലോ. വിവരം വേണ്ടടൂ ദൈവത്തിന്, ചുരുങ്ങിയ പക്ഷം അതില്ല. അതുകൊണ്ടാണ് കളയുന്നത്. ബുദ്ധിയുള്ളത് വിവേചനം മാത്രമുള്ളതായ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന ഇത് സർവജ്ഞനാണെന്നാണല്ലോ പറയുന്നത്. പിന്നെ ലോകത്തിന്റെ സൃഷ്ടാവ്. അതുകൊണ്ട് തന്നെ അടി കൊടുക്കാവുന്ന ആളായി. ഒന്നൊന്നിനെ തിന്നുന്ന ഒരു ലോകം ഉണ്ടാക്കാൻ പറ്റുമോ? ദൈവം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഒന്ന് കറപ്പിക്കട്ടെ. അത് പോട്ടെ, അത് ഞാൻ പറഞ്ഞതാ, അതവിടെ ഇരിക്കട്ടെ. ഒന്നൊന്നിനെ തിന്നുന്ന തരത്തിൽ ലോകത്ത് ആരെങ്കിലും വിവരമുള്ളവരുണ്ടാക്കുമോ? വെറുതെ ഒന്ന് ആലോചിച്ച് പോകും. എന്തൊരു കഷ്ടമാണ്. രാവിലെ എണ്ണീറ്റിട്ട് മാനിൻ്റെ പുറകെ ഓടുന്ന കടുവായല്ലേ ഉള്ളത്. ആ സകല പുല്ലും എന്ത് പാടുപെട്ടൊന്ന് തല വെക്കുമ്പോൾ അത് മുഴുവൻ കടിക്കുന്ന മാനല്ലേ ഉള്ളത്. എന്തൊരു ദുരിതം പിടിച്ച ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ തന്നെ മര്യാദയ്ക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തെടുത്തിട്ട് തിന്നും? നെല്ലുണ്ടാകുന്ന വേറെ നെല്ലുണ്ടാകാനാ. നെല്ലിന് അരി ഉണ്ടാകുന്നത്, അത് നമുക്ക് തിന്നാനുള്ളതല്ല. പിന്നെ നമ്മൾ എന്തോ അതാണ് പ്രശ്നം. അപ്പോൾ ഈ കോന്തൻ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്ത ഈ പണി നിർത്തണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. താൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ അല്ലെന്നറിയാം, അത്രേ ഉള്ളൂ. ഈ ഇപ്പം കുട്ടികളാണെങ്കിൽ പോലും ഒരു ഈശ്വര വിശ്വാസമുള്ളൊരു കുട്ടിയെ എടുത്തോ, മൈത്രേയൻ പറയുന്നത് ഇത് കേട്ടിട്ട് അവർ ഇൻഫ്ലുവൻസ് ആവത്തില്ലേ? ഇപ്പം ഈ അമ്മയും അച്ഛനും ചെയ്യുന്ന അത്രയും ദ്രോഹമൊന്നും ഞാൻ ചെയ്യത്തില്ല. ഈ അമ്മയും അച്ഛനും എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത്? ഈ ദൈവമുണ്ട്, അതുങ്ങളാണ് ഈ ആണി അടിച്ചു വെച്ചതെന്ന് ഉമ്മാക്കി പറയുന്നതിനെ കാര്യം ഞാൻ ഈ വിഷയം പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് ഈ ദൈവത്തിനെ ആൾക്കാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണ് ലോകം നടക്കുന്നതെന്ന് മനസ്സിലാക്കും. അപ്പോഴാണ് ഈ കസേര ഉണ്ടാക്കാൻ പറ്റും, അപ്പോഴാണ് ഈ മേശ ഉണ്ടാക്കാൻ പറ്റും, അപ്പോഴാണ് ഈ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും, ഈ ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും, ക്യാമറ ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ ഉമ്മാക്കി ഉണ്ടാക്കിയതാണെന്ന് പഠിപ്പിച്ചാൽ ഇതൊന്നും ഉണ്ടാക്കാനൊക്കെ. ഈ സ്വർഗവും നരകവും ഉണ്ടോ മൈത്രേയനെ? എനിക്ക് സ്വർഗവും നരകവും മര്യാദഘട്ട മനുഷ്യന്മാരുടെ സങ്കല്പത്തിലുള്ളതാണെന്നറിയും. അയലത്തുകാരനെല്ലാം ഇഷ്ടമില്ലാത്ത അയലത്തുകാരനെ വിടാനൊരു സ്ഥലവും നമുക്കെല്ലാം പോകാൻ പറ്റുന്ന സ്ഥലവും വേണമെന്ന് ആലോചിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ. അല്ലാതെ രണ്ടും കൂടെ എന്തിനാ ആവശ്യം? ജനിച്ചാൽ ഒരു നാളും മരിക്കണം. ജനിച്ചാൽ മരിക്കുന്നതിന് ഇല്ലാതാക്കുന്നതിനാണ് കുട്ടികളെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഒന്ന് വ്യക്തമാക്കാവോ? വ്യക്തമാക്കുന്ന കാര്യമായി പറഞ്ഞത്. ഒരു മരത്തേൽ ഒരു ഇലയുണ്ടായാലേ അതിൻ്റെ പാചകം ചെയ്യുന്ന കാര്യവും ആ മരത്തിന് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ എഫിഷ്യൻസി കുറയും. ആ കുറയുന്നത് ലോകത്തിനകത്ത് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. കാര്യമുണ്ട്. ഓരോ സമയത്തും അതിനേക്കാളും കുഴപ്പം പിടിച്ച ലോകത്തേക്ക് പോകുന്ന ഒരു സ്ഥലമുണ്ട്. ഇതുകൊണ്ട് ഇതിന് ഉപയോഗമുള്ളതായിട്ടിരിക്കത്തില്ല. അതുകൊണ്ടാണ് പഴുത്തലയായി പച്ചില, അത് കഴിഞ്ഞിട്ട് അത് ഉരുണ്ട് വീഴും. പക്ഷെ മരത്തിന് അത് ആവശ്യമുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. മരമാണ് വളരുന്നത്, അല്ല ഇലയല്ല. നമ്മൾ ഓരോ ആൾക്കാരും ജീവനെന്ന് പറയുന്ന പ്രതിഭാസം തുടരുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. നമ്മളെന്ന് പറയുന്ന ആൾക്കാർ ജീവിക്കുന്നതല്ല അവിടെ പ്രധാനം. നമ്മളിലൂടെ കടന്നു പോകുന്ന ജീവനാണ് തുടരുന്നത്.
ജീവനുണ്ടായ നിമിഷം തൊട്ട് തുടരുന്നതാണ്. അത് പലതരത്തിൽ ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തെ ഒരു ഏട് മാത്രമാണ് നമ്മൾ. മൈത്രേയൻ പറയുന്ന ഓരോ വാക്കുകളും ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 50 വർഷമോ 500 വർഷമോ എടുക്കേണ്ടി വരും. അതൊരു ഭാഗം. അതോടൊപ്പം മൈത്രേയൻ പറയുന്ന വാക്കുകൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഇതിലേതാ റിയാലിറ്റി അല്ലെ സത്യം ഏതാ? 20 വർഷം 500 വർഷം എടുക്കുമെന്നൊക്കെ പറയുന്നത് മടിയന്മാരുടെ വേറച്ചില്ല. ആ. എനിക്കിപ്പോൾ വയ്യ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഉം. അല്ലാതെ ഞാൻ പറയുന്ന വരിയൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. മനസ്സിലാവുന്നുണ്ട്. അതെ. എല്ലാവർക്കും മനസ്സിലായി. ആ. ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് പറയുന്നതാണ്. അത് ഇയാളൊരു വലിയ മഹാനാണ്, ഉം. അദ്ദേഹത്തിന് ഇതൊക്കെ പറയാം, നമുക്കിത് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് മുൻകൂർ ജാമ്യം എടുക്കുന്നവരുടെ വരികളാണ്. ഞാനിതൊന്നും എടുക്കത്തേയില്ല. അല്ലാതെ അടുത്ത 50 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ പറയുന്നത് കേൾക്കത്തുള്ളൂ. ഭരണഘടന ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായതാണ്. ഉം. പിന്നെ ഞാൻ അതിനകത്തെ വരികൾ മാത്രമേ ഇവരുന്ന് പറയുന്നത്. ഉം. പിന്നെ എന്നെക്കാളും മുമ്പ് ഭരണഘടന എഴുതിയവർ ഈ നാട്ടിലുണ്ടാകും. ഭരണഘടന ഇവിടെ ഉള്ള ആൾക്കാരുടെ തലയിൽ എടുത്ത് ഇട്ടതല്ലേ, 1950 ഇട്ടതല്ലേ. ഉം. പിന്നെ എന്തുവാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകാതെ വരുന്നതെന്ന് പറയുന്നത്? ചുമ്മാ പറയുന്നതല്ലേ. മൈത്രേയന് സ്വന്തമായിട്ട് വീടില്ല, അത് വേറെ വിഷയം. പക്ഷെ ഒരുപാട് വീടുകളിൽ പോകുന്നുണ്ട്, ഒരുപാട് മനുഷ്യരെ കാണുന്നുണ്ട്, മനുഷ്യരുടെ സ്വഭാവങ്ങൾ അറിയുന്നുണ്ട്. എന്തുകൊണ്ട് സ്വന്തമായിട്ട് വീടില്ല? 1, 2 ഈ എല്ലാ വീട്ടിലും അങ്ങനെ കയറി ചെല്ലാൻ പറ്റുന്ന ബന്ധങ്ങളുണ്ടോ മൈത്രേയന്? എനിക്ക് അന്യരില്ല, അതുകൊണ്ടാണ് അങ്ങനെ കയറി ചെല്ലാൻ പറ്റുന്നത്. ഉം. ഞാൻ അങ്ങനെ കയറി ചെല്ലുമൊന്നുമില്ല, എല്ലാവരും എന്നെ വിളിച്ചു കയറ്റും. ഇപ്പൊ കാസർഗോഡ് മുതൽ കന്യാകുമാരി എടുത്ത എവിടെ വേണേലും വീടുണ്ടോ? കന്യാകുമാരിയല്ല, കാനഡ വരെ പോകും. കാനഡ ഒരു വീടുണ്ട്. കാനഡയിലും ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, വിസ ഇല്ലാത്തതുകൊണ്ട് മാത്രം. ഞാനിപ്പോൾ അതിനുവേണ്ടി ഞാൻ മെനക്കെടാറിയില്ല. ആളുകൾ എടുത്തു തന്ന വിസ കൊണ്ടാണ് പോകുന്നത്, അല്ല ഞാൻ വിസയ്ക്ക് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ അത്രമേൽ മൈത്രേയനെ ആളുകൾ സ്നേഹിക്കാൻ മൈത്രേയൻ എന്താണ് ഒരു പവർ ഉള്ളത്, ഒരു മാജിക് ഉള്ളത്? മര്യാദയ്ക്ക് പെരുമാറുന്നതാണെന്ന് എല്ലാവർക്കും കാണാൻ പറ്റും. ഉം. അതുകൊണ്ട് എൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് രസമാണെന്ന് കാണാൻ പറ്റും. ഇയാൾ എന്തുകൊണ്ടാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്? ഒരു ഇഷ്ടമുള്ളതുകൊണ്ട്. അത്രേ. എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ?